പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ ഡോക്ടർ ഹരീഷ് ശമ്പക്കര. പ്രാക്ടിക്കൽ മാർഷൽ ആർട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ത്രോസ് ഉണ്ടല്ലോ. എല്ലാ മാർഷൽ ആർട്സിലും ഉണ്ട് ത്രോസ്. കളിയെപ്പറ്റി നമുക്കത് വലിച്ചേറ് എന്ന് പറഞ്ഞ് പല വിധത്തിലാണ് അത് അറിയപ്പെടുന്നത്. അതിൻ്റെ പ്രയോഗവശങ്ങൾ, അത് എങ്ങനെയൊക്കെയാണ് നടക്കാതിരിക്കുക, എന്തൊക്കെയാണ് നടക്കുക എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. നേരെ വീഡിയോയിലേക്ക്. നമ്മുടെ ബ്രെയിനിനെ രണ്ട് ഭാഗങ്ങളുണ്ട്. ഇവിടെ എഴുതിയിട്ടുണ്ട് നോക്കി, റൈറ്റ് എന്നും ലെഫ്റ്റ് എന്നും. റൈറ്റിനെ നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, പ്ലേ ഗ്രൗണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. ലെഫ്റ്റിനെ നമ്മൾ ലൈബ്രറി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ലെഫ്റ്റ് ബ്രെയിൻ എന്ന് പറയുന്നത്, നമ്മുടെ ലെഫ്റ്റ് ബ്രെയിൻ എന്ന് പറയുന്നത് ലൈബ്രറിയാണ്. അതായത് കാര്യങ്ങൾ, വിവരങ്ങൾ സൂക്ഷിച്ച് വെക്കുക, ചിന്തിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എവിടെയാണ്? പഠനം, ഇതെല്ലാം എവിടെ വരിക? ലെഫ്റ്റിലാണ് വരിക. പ്രവൃത്തി വരുന്നത് റൈറ്റിലാണ്. നമ്മൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സ്പോർട്സ് ഒക്കെ ചെയ്യുക, അപ്പോൾ നമുക്ക് ചിന്തിക്കാൻ നേരമില്ല. ആ സംഗതി എല്ലാം എവിടെയാണ്? റൈറ്റ് സൈഡിലായിരിക്കും വരിക. ലെഫ്റ്റ് സൈഡിൽ എന്തായിരിക്കും? നമ്മൾ ചിന്തിക്കുക. അപ്പോൾ നിങ്ങളൊരു ആയോധനകല പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്നത് ലെഫ്റ്റ് ബ്രെയിനിലൂടെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെല്ലെ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിനെ പ്രവൃത്തി പദത്തിൽ എത്തിക്കുന്നത് ഈ പറഞ്ഞ റൈറ്റ് ബ്രെയിനിലൂടെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും സ്ലോയിൽ, എത്രയും ഡീപ്പായിട്ട് മനസ്സിലാക്കുന്നോ അത് ഈ ലെഫ്റ്റ് ബ്രെയിനിൽ സ്റ്റോർ ചെയ്യപ്പെടും. അത് നമുക്ക് സമയത്ത് മസിൽ മെമ്മറിയായി കിടക്കുകയും ആ മസിൽ മെമ്മറി റൈറ്റിലൂടെ വന്ന് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ശാസ്ത്രീയ വശം. അപ്പോൾ ഇതിന് നമ്മുടെ ബ്രീത്തുമായിട്ട് ചില കണക്ഷൻസ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെൻസ്ഡ് ആവുന്ന സമയത്ത് നമ്മുടെ ബ്രീത്ത് കൂടും, നമുക്കറിയാം. നമ്മൾ റിലാക്സ് ആവുന്ന സമയത്ത് ബ്രീത്ത് മര്യാദക്കായിരിക്കും. അപ്പോൾ ഫാസ്റ്റ് ബ്രെത്തിങ് എന്ന് പറയുമ്പോൾ അതിനെ കൺട്രോൾഡ് ആക്കാൻ ചില മാർഗ്ഗങ്ങളുണ്ട്. അതായത് നമ്മുടെ ഏത് ബ്രെയിനാണ്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ ലെഫ്റ്റ് ബ്രെയിനാണ് വർക്ക് ചെയ്യേണ്ടത്, പ്രവൃത്തി സമയത്ത് റൈറ്റ് ബ്രെയിനാണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പം മാർഷൽ ആർട്ട് പഠിക്കുന്ന സമയത്ത്, അതിൽ ചെയ്യുന്ന സമയത്ത്, പ്രാക്ടിക്കലി നമ്മളിപ്പോൾ ഒരു സ്ട്രീറ്റ് ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ റൈറ്റ് ബ്രെയിനാണ് വർക്ക് ചെയ്യേണ്ടത്. ഇതാണ് എൻ്റെ ശാസ്ത്രീയ വശം. അപ്പോൾ ഇതിനെ നമുക്ക് ചില ബ്രീത്തിങ് കൺട്രോൾ കൊണ്ട് ലെഫ്റ്റ് ഓർ റൈറ്റ് ബ്രെയിൻ അറ്റ് എ ടൈമിൽ, ആ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്തിക്കാനായിട്ട് കഴിയും. അതിൻ്റെ പേരാണ് ശരനൂൽ ശാസ്ത്രം. തമിഴ്നാടിൻ്റെ സംഭാവനയാണ്. തമിഴ്നാട്ടിൽ അതീവ രഹസ്യമായിട്ട് ആയോധനകലാ വിദഗ്ധരൊക്കെ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ഏതൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്നുള്ളതെല്ലാം നമ്മൾ ഇവിടെ സ്റ്റോർ ചെയ്ത്, ലെഫ്റ്റിൽ സ്റ്റോർ ചെയ്തിട്ട് പ്രാക്ടിക്കലി വരുന്ന സമയത്ത് റൈറ്റിലേക്ക് മാറ്റാൻ നമുക്ക് കഴിഞ്ഞാൽ കാര്യങ്ങളുടെ വേഗത എളുപ്പത്തിലാവും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ അടിക്കുവോ, ഒരാൾ ഇടിക്കുവോ, ഒരാൾ കിക്ക് ചെയ്യുമോ എന്ന് വെച്ചാൽ നമുക്കറിയുമോ? ഇല്ല. പക്ഷേ എങ്ങനെ നമ്മൾ തട്ടും? മിക്കവാറും പഠിപ്പിക്കുമ്പോൾ റൈറ്റ് ഹാൻഡ് വശമുള്ളവരാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ആ റൈറ്റ് ഹാൻഡുകാരെ ഡിഫെൻഡ് ചെയ്യാനുള്ള സകല സംവിധാനം പഠിപ്പിച്ചു വെക്കും. ആദ്യമായിട്ട് ജീവിതത്തിൽ ലെഫ്റ്റ് ഹാൻഡ് ഉള്ളവരെ അടിച്ചാൽ ആ സ്പോട്ടിൽ ബോധം പോകും. ഇതാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ അതൊരു വലിയൊരു കൺഫ്ലിക്റ്റാണ്, പ്രശ്നത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ ഭാഗത്തിലാണ് നമ്മൾ കൃത്യമായ പ്രാക്ടീസിലൂടെ ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ തുടങ്ങിക്കോട്ടെ, അവൻ തുടങ്ങി എത്തുന്നതിന് മുന്നേ നമുക്ക് വേഗത കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇടിക്കാനോ തൊഴിക്കാനോ ഒക്കെ നമുക്ക് പറ്റും, ബ്ലോക്ക് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ആ വരുന്ന ഒപ്പോണന്റിന്റെ അറ്റാക്കിനെ നമ്മൾക്ക് അയാൾ ചിന്തിക്കുന്നതിനേക്കാൾ വേഗത്തിൽ കയറാൻ പറ്റിയാൽ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടന്നു എന്ന് വേണം പറയാനായിട്ട്. കൃത്യമായിട്ട് മനസ്സിലായോ? അതെങ്ങനെയാണ് അത് ചെയ്യുക എന്നുള്ളതും എങ്ങനെയൊക്കെയാണ് അതിൻ്റെ വശങ്ങൾ എന്നുള്ളതും നേരെ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ഓക്കെ. ഇപ്പം ഈ നിൽക്കുന്ന ആള് ഇടിക്കുവോ അടിക്കുവോ എന്താ ചെയ്യുന്നത് നമുക്കറിയില്ല. പക്ഷേ അത് അറിയാനൊരു മാർഗമുണ്ട്. അതായത് ഈ വ്യക്തിയുടെ ബോഡിയിൽ നമ്മൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. ട്രയാങ്കിൾ. ഓക്കെ. അപ്പോൾ ഈ ട്രയാങ്കിളിൽ ആള് തിരിയുമ്പോൾ കണ്ടോ, നമുക്ക് സാങ്കല്പികമായിട്ട് ഇത് തിരിയുന്നതായിട്ട് മനസ്സിലാവും. ട്രയാങ്കിൾ തിരിയുന്നതായിട്ട് നമുക്ക് ബോധ്യപ്പെടും. റൈറ്റ്. അതനുസരിച്ചായിരിക്കും അറ്റാക്ക് വരിക. ഇപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ ഈ കാലൊന്ന് പൊക്കി, അവിടെ പോലും കണ്ടോ ഈ ട്രയാങ്കിൾ ഇങ്ങോട്ടൊന്ന് മൂവ് ചെയ്തു. മീൻസ് ഇവിടെ നിൽക്കുന്ന ഈ ട്രയാങ്കിൾ അങ്ങനെ ചിന്തിച്ച് വയ്ക്കുക. കാല് പൊക്കി കണ്ടോ, അവിടെ മൂവ്മെന്റ് ഉണ്ടായി, അങ്ങോട്ട് മൂവ് ചെയ്തു. ക്ലിയർ? നീ കാല് താത്ത് വെച്ചു, കൈ ഒന്നെടുത്തേ, കണ്ടോ അവിടെ ഈ ട്രയാങ്കിളിന് ഇവിടെ അനക്കം വന്നു. ഇങ്ങനെ നമ്മൾ ചിന്തിച്ച് വെച്ചാൽ ഒരാൾ എന്താണ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് മുന്നേ കൂട്ടി അറിയാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്നു. ഓക്കെ. മെല്ലെ അനങ്ങുന്നു. തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലായി എന്ത്, ഇവിടെ നിന്നാണ് അറ്റാക്ക് വരുന്നത് നമുക്ക് മനസ്സിലായി. അപ്പം നമുക്ക് ഡിഫെൻഡ് ചെയ്യാന്നുള്ള ഭാഗം അത് തുടക്കത്തിലാണ് ഡിഫെൻസ് കേട്ടോ. ഉദാഹരണം പറഞ്ഞാൽ അവിടുന്ന് അടിക്കുന്നു, അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ തട്ടണമെന്നില്ല. അതായത് ഒരു അറ്റാക്ക് വരുന്ന സമയത്ത് ബ്ലോക്ക് ചെയ്യണമെന്നാണ് പൊതുവിൽ പഠിപ്പിക്കുന്നത്. പലപ്പോഴും സ്ട്രീറ്റ് ഫൈറ്റിങ്ങിൽ നമ്മൾ അതിന് മുന്നേ അങ്ങോട്ട് കയറിയിട്ട് അറ്റാക്ക് ചെയ്യാണ് വേണ്ടത്. പ്രതിരോധത്തിനുള്ള ഏറ്റവും നല്ല സംവിധാനം തിരിച്ചുള്ള പ്രതിരോധമാണെന്ന് മറക്കരുത്. ഇപ്പം നമ്മൾ ത്രോസ് ഇല്ലേ, നമ്മൾ പലപ്പോഴും കളരികളിൽ കാണുന്നുണ്ട് ഇങ്ങനെ വെൺമഴുവിന് വെട്ടുമ്പോഴോ ചെറുപടിക്ക് കുറുപടിക്കൊക്കെ അടിക്കുമ്പോഴോ നമ്മൾ വലിച്ചൊരൊറ്റ എയറാണ് നടക്കും. കാരണം അവിടെ ഫോഴ്സിനെ ഉപയോഗിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്.
പക്ഷെ ആ ഫോഴ്സിനെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ അത് നടക്കുന്ന ചില കാര്യങ്ങളുണ്ട്, നടക്കാത്ത ചില കാര്യങ്ങളുണ്ട്. നമുക്ക് നേരെ ഒന്ന് പോവാം അല്ലേ? അപ്പോൾ ഇവിടുന്ന് ഒരടി വരുമ്പോൾ നമ്മൾ അടിയെ വാങ്ങുകയാണ് ചെയ്യുന്നത്, അല്ലാതെ തട്ടുമല്ല. വളരെ ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ പിടിച്ച് തട്ടുമ്പോൾ ബ്ലോക്കായി നിൽക്കും. നമ്മൾ തട്ടുമല്ല, അടി മെല്ലെ വാങ്ങുന്നു. അതായത് അടി മെല്ലെ വ്യക്തമായി മനസ്സിലായി. ആ വാങ്ങുന്നതിന് നമ്മൾ താഴോട്ട് എറിയുകയാണ് ചെയ്യുന്നത്. കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് ആ ഫോഴ്സിനെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. പക്ഷെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് പഠിത്തം ഉണ്ടെങ്കിൽ നടക്കില്ല. എന്താ എന്ന് കാണിച്ചു. മനസ്സിലായ? അതായത് നമ്മൾ ചെയ്യുന്ന ഇതാണ്, വലിച്ചെറിയുമ്പോൾ ഫോഴ്സ് അവർ അങ്ങോട്ടാണ് ഉപയോഗിക്കുന്നത്. ആ സമയത്ത് നമ്മൾ വെറുതെ നമ്മുടെ കാലെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കളരിയിൽ പറയണ വലിഞ്ഞമർന്ന് ചെയ്താൽ ഇവിടെ കൊണ്ട് തീരാനുള്ളതേ ഉള്ളത്. ഇപ്പൊ ചുവടുകളുടെ പ്രാധാന്യം വ്യക്തമായിട്ട് പിടികിട്ടിയോ? അപ്പൊ വലിഞ്ഞമർന്ന്, ഒത്തടി അമർന്ന്, ഇതിനൊക്കെ പുറകിൽ ഒരുപാട് കാര്യമുണ്ട്. ഇനി ഇതെങ്ങനെ ഒത്തടി അമർന്നാൽ ശരിയാവും നോക്കുക. ഇപ്പൊ ഞാൻ അടിക്കുന്നു, കേട്ടോ, ഫോഴ്സിലാൾ അങ്ങോട്ട് പിടിക്കുന്നു, വലിച്ച് പോവില്ല. ഇവിടെ നമ്മൾ ഒത്തടി അമർന്നെന്ന് പറയുന്ന നമ്മളിങ്ങനെ കളരി നിൽക്കുന്ന ആ പൊസിഷനാണ് കൃത്യമായിട്ട് ഉപയോഗിച്ചത്. അപ്പം അങ്ങനെ ചുവടുകളെ കുറിച്ചുള്ള ധാരണ ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്കത് ഒരുപാട് ഉപകാരപ്പെടും. ഇനി ഇത് വലിപ്പമുള്ള ഒരാൾ എറിഞ്ഞാൽ എന്താ സംഭവിക്കാൻ നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പം നോക്ക്, ഇവിടെ ബലമുള്ള ആളായതുകൊണ്ട് നമ്മൾ അവിടെ വലിച്ചേറി ചെയ്യരുത്, അത് മണ്ടത്തരായി മാറും. ഇനി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ പിറകിൽ കുറച്ച് കുഞ്ഞു 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 കാര്യങ്ങളുണ്ടാവും. അതെന്താന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാലേ, ഒരാൾ അടിക്കുന്നു, ഇപ്പോഴത്തെ വലിപ്പമുള്ള ആളാണ്, നമുക്ക് പൂട്ടാൻ പറ്റുന്നില്ല. നമ്മൾ സാധാരണ പൂട്ടുന്ന സമയത്ത് അടിച്ച് കൈ കഴിച്ചു നമ്മളിങ്ങനെ തട്ടി നമ്മളിങ്ങനെ പൂട്ടുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇങ്ങനെ പൂട്ടാൻ പറ്റില്ല, കാരണം ആൾ അനുവദിച്ചു തരണമെന്ന് പറഞ്ഞിരുന്നു. വ്യക്തം എവിടെ കിട്ടോ? ഇനി നമ്മൾ ചെയ്യുന്നത് നോക്കുക, പൂട്ടാൻ പറ്റും, അടി വരുന്നു, അവിടെ നമ്മൾ ഒരെണ്ണം കൊടുത്തിട്ടാണ് പൂട്ടുന്നതെങ്കിൽ അതിന് കുറച്ചുകൂടെ സാധ്യത ഉണ്ടാവും. കാരണം ഈ സൈഡിനെ, അടിക്കുന്ന സൈഡിന് നമ്മൾ ഓൺ സൈഡ് എന്നും അടിക്കാത്ത സൈഡിന് ഓഫ് സൈഡ് എന്നാ പറയാം. വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഓൺ സൈഡ് അടിച്ച്, ഇത് ഓൺ സൈഡാണ്. ഇത് വരുന്നതിന് മുന്നേ നമ്മൾ ഇവിടെ ഒറ്റ അടി കൊടുത്താൽ ഈ അടിയുടെ ശ്രദ്ധയിൽ ആളുടെ ഈ മസിൽ വീക്കായിരിക്കും. വ്യക്തമായി പിടികിട്ടിയോ? ഒന്നുകൂടെ. അപ്പോൾ അടി അവിടെ നിന്ന് വരുന്ന സമയത്ത് നമ്മൾ അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ വീക്ക് പോയിന്റ് ആയിരിക്കും. ആ വീക്ക് ആവുന്ന സമയത്ത് നമ്മൾ കയറി പൂട്ടാൻ ഉണ്ട്. പിടികിട്ടിയോ? അപ്പോൾ ആൾക്ക് അനങ്ങാൻ പറ്റുമെന്ന് നോക്കി. ഒരു തരത്തിൽ അനങ്ങാൻ പറ്റില്ല. എത്ര വലിപ്പമുള്ള നമുക്ക് പൂട്ടാൻ പറ്റും. ഇവിടെയാണ് അഭ്യാസത്തിന്റെ കറക്റ്റായിട്ടുള്ള മർമ്മം എന്ന് പറയുന്നത്. ഇത് പഠിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യാൻ പോയാൽ നമുക്ക് പലതും ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് കരുതുന്നു. പുതിയ അടവുകളും പുതിയ ടെക്നിക്കുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.